ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് 2.0. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മോഡൽ എക്സാമുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞാലേ നിങ്ങൾ എല്ലാവരും എക്സാം കംപ്ലീറ്റ് ആയ പോലെ ഒരിക്കലും ഇരിക്കരുത്. 21st ആകുമ്പോൾ എല്ലാവരുടെ എക്സാമും കഴിഞ്ഞു മോഡൽ എക്സാം. ഇനി നമുക്കുള്ളത് ഫൈനൽ എക്സാമിൻ്റെ തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഇനിയുള്ള ഒരു 10 ഡേയ്സ് ഓൾമോസ്റ്റ് കുറവാണ്. അപ്പോൾ ഈ 10 ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എസ്പെഷ്യലി കൊമേഴ്സ് സ്റ്റുഡൻസ്. കാരണം കൊമേഴ്സ് കുട്ടികളുടെ ടൈം ടേബിൾ വെച്ചിട്ടാണ് മിസ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻസ് ആയി നോക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ വീഡിയോയിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് മിസ് പറയുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസ് വീഡിയോ മിസ് വേറെ ചെയ്യൂട്ടോ. അതായത് എക്കണോമിക്സ് എങ്ങനെ പഠിക്കാം, അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കാം, ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമുക്ക് ഇനി വരും. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇനി ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെയും ഇമ്പോർട്ടൻസിലൂടെയും പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കി ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ ഡേയ്സുകൾ നമുക്കുണ്ട്, ലീവ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും നിങ്ങളെ പറ്റി അറിയാം. അപ്പോൾ നിങ്ങളെ പറ്റി നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഇനി പഠിക്കാം, ആ ഒരു വീഡിയോ ആണിത്. എസ്പെഷ്യലി കൊമേഴ്സ് കുട്ടികളാണ്. കാരണം നിങ്ങളുടെ ടൈം ടേബിളാണ് മിസ് ഫോളോ ചെയ്യുന്നതും മിസ്സിൻ്റെ ചാനൽ തന്നെ നിങ്ങൾക്കായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മളെ ഫാമിലി ഒരു 50K ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എല്ലാ സ്റ്റുഡൻസും മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിനോട് ആ ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ്. സോ എവ്രി എല്ലാവർക്കും ഒരുപാട് വലിയ നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാനലിലെ ആദ്യമായിട്ടാണ് ഇനിയും കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കി നോക്കാം എങ്ങനെയാണ് നമുക്കിനി ഫൈനൽ എക്സാമിന് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ടൈം ടേബിൾ ഒരു ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് കൊമേഴ്സുകൾക്ക് ഉള്ളതെന്നുള്ളത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഇതിലാണ് ബാക്കിയുള്ള കുട്ടികളുടെ ചിലർ പൊളിറ്റിക്കൽ സയൻസ് ആണ്, അതുപോലെ മാത്സ് ആണ്. ആ ടൈം ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മോർണിംഗ് സെക്ഷനാണ് എക്സാം വരുന്നത്. 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കഴിയുന്നത് 26-നാണ്. ഇതിലെ നിങ്ങളെ +2 കുട്ടികളുടെ ടൈം ടേബിൾ വെച്ച് നോക്കുമ്പോൾ ഈ തുടക്കത്തിലുള്ള ആ ഒരു ഡേയ്സ് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഒരു കുറച്ചധികം ലീവ്, സ്റ്റഡി ലീവ് അവിടെ ഉള്ളൂ. 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 14-ാം തീയതിയാണ് എക്സാം. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ 14-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പിന്നീട് നോക്കുകയാണെങ്കിൽ എല്ലാം ഓരോ ദിവസങ്ങളോ 2 ദിവസങ്ങളോ നമുക്ക് ഗ്യാപ്പ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ലീവിന് ശേഷം പഠിക്കാന്നുള്ള ആ ഒരു സംഭവം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. കാരണം നമുക്കത് പറ്റില്ല. പിന്നെ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ദെൻ ബിസിനസ് സ്റ്റഡീസ്. ഫസ്റ്റ് എക്സാം ബിസിനസ് സ്റ്റഡീസ് ആണ്, ദെൻ അക്കൗണ്ടൻസി. നിങ്ങൾ നോക്കി അക്കൗണ്ടൻസിയുടെ ഗ്യാപ്പ് എത്രയാണ്. 14th ബിസിനസ് സ്റ്റഡീസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിലൊക്കെ എത്തി ഒന്ന് റിലാക്സ് ആയി വന്ന് 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി നിങ്ങൾ അക്കൗണ്ടൻസി എക്സാം എഴുതാൻ പോവുകയാണ്. അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മോഡൽ എക്സാമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കേണ്ടതും തിയറി പ്രോബ്ലംസും എല്ലാം ഉള്ള ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. AFS കുട്ടികളെ വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഡബിളാണ്. സാധാരണ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് പഠിക്കുന്നതിനേക്കാൾ ഡബിളായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യണം ഈ ഫൈനൽ എക്സാമിന്. പക്ഷെ അതിന് പകരം കമ്പ്യൂട്ടറൈസ്ഡുകാർ അതിന് മുന്നേ പ്രാക്ടിക്കൽസ് എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് 19th കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് പിന്നെ 21st ഇംഗ്ലീഷാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് ഒരു 2 ദിവസം അവിടെ ഗ്യാപ്പ് ഉണ്ട്. അല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ 17, 18, 19, 4 ദിവസം ഗ്യാപ്പ് ഉണ്ടായിട്ട് ഇംഗ്ലീഷും മലയാളം ഇത് രണ്ടും നമുക്ക് ഓരോ ദിവസത്തെ ഗ്യാപ്പിലാണ്. 22 കഴിഞ്ഞാൽ 23 മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. ഇതിലെ ലാംഗ്വേജസിന് അത്ര ഡിഫിക്കൽട്ടി നമുക്ക് വരാറില്ല. കാരണം നിങ്ങൾ ഓരോന്നും ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് ഫോർമാറ്റുകൾ പഠിച്ച് വിജ്ഞാപനം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ പാഠത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ആശയം ഉണ്ടായാൽ നിങ്ങളുടേതായ ഓൺ വേർഡ്സിലൊന്ന് എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവേണ്ട. പക്ഷേ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആവേണ്ടതും A+ പോകുന്നതുമായൊരു സബ്ജക്റ്റാണ്, ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ ലെവലിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എങ്കിലും, കാരണം ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് നല്ലപോലെ പഠിക്കണം, ഫോർമാറ്റുകൾ പഠിക്കണം, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണം, ചാപ്റ്റർ വൈസ് നല്ലപോലെ നോക്കണം, ഗ്രാമറുകൾ ശ്രദ്ധിക്കണം, കുറേ കാര്യങ്ങൾ അവിടെ നോക്കാനുണ്ട്. ദെൻ ഫൈനലി നമുക്ക് 23rd കഴിഞ്ഞാൽ 24, 25 2 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഒരു 2 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ഇക്കണോമിക്സ്. അക്കൗണ്ടൻസിയുടെ പോലെ തന്നെ ഇക്കണോമിക്സ് നമുക്ക് വളരെയധികം 2 സെക്ഷനിലും അത്യാവശ്യം കർവുകളും പ്രോബ്ലംസ് എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടന്നു പോകുന്ന ഈ ദിവസങ്ങൾ നമുക്കറിയാലോ, നമ്മളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് 14th എക്സാം എന്നും പറഞ്ഞ് അവർ അത്യാവശ്യം ലാഗ് ഇടാതെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റുകളും നോക്കുക. ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ് തിയറിയാണ്. നിങ്ങളിപ്പോൾ ഒരു 2 ദിവസം ബിസിനസ് സ്റ്റഡീസ്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ നോക്കിയാൽ മതി. പിന്നീട് എക്സാമിൻ്റെ ഒരു 4 ദിവസം മുന്നേ, ഇപ്പോൾ 14-ാം തീയതി എക്സാം, ഒരു 3-4 ദിവസം മുന്നേ ഈ 2 ചാപ്റ്റർ എടുത്ത് പഠിച്ചാലും നമുക്ക് ബിസിനസ് സ്റ്റഡീസ് അവരെ കവർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എക്സാമിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് ഫൈനൽ എക്സാമിൻ്റെ ഏത് എക്സാം ആണെങ്കിലും ഫസ്റ്റത്തെ എക്സാം നല്ല പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് നല്ല തിയറിയാണ്. അത്യാവശ്യം നമുക്ക് ഓർമ്മ കിട്ടാണ്ട് ഒരുപാട് പോയിന്റ് വൈസ് ഒക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവാം. നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ എപ്പോഴും എടുക്കുന്ന വല്ല പെന്നൊക്കെ ഇട്ടിരിക്കുന്ന ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്തെങ്ങാനും ഒരു ചെറിയൊരു പിഞ്ച് പേപ്പറിൽ ഈ ടൈം ടേബിൾ ഒന്ന് എഴുതി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് വയ്ക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എങ്കിലേ നമുക്ക് ഈ ഒരു ഡേറ്റുകൾ നമ്മുടെ മൈൻഡിൽ വരുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഡേറ്റുകളൊന്നും അല്ല ഓർമ്മ വേണ്ട. ഈ ഒരു ഡേറ്റ് 5-ാം തീയതി ഇതാണ് എക്സാം, 14-ാം തീയതി ബിസിനസ്സാണ്, 16, ഈ ഒരു ഡേറ്റ് വേണം നിങ്ങളുടെ മൈൻഡിൽ വരാം. ഇനി ഇതിന് മുന്നോടിയായിട്ടുള്ള ഈ 10 ദിവസം ഞാൻ എങ്ങനെ പഠിക്കാം? അപ്പോൾ 14-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇനി എത്ര ദിവസമുണ്ട്? 10, 20, 25 ദിവസങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലാത്ത സ്റ്റുഡൻസിനാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മാത്സും ഒക്കെ എടുത്ത കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് 5-ാം തീയതി പരീക്ഷയില്ല, 14-ാം തീയതി ഉള്ളൂ. ആ 14-ാം തീയതി വരെ അവരിങ്ങനെ കളിച്ച് നടക്കായിരിക്കും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കാൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, ഞാനൊരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം? മിസ്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊമേഴ്സ് കുട്ടികൾ ഒരു 10 hours എ ഡേ യു ഷുഡ് സ്റ്റഡി 10 hours. 10 hours പഠിക്കണം. 10 hours എന്ന് പറയുമ്പോൾ 10 മണിക്കൂറുകൾ പഠിക്കണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യം തോന്നുന്നുണ്ടാവും. 10 മണിക്കൂർ ഞാൻ പഠിക്കണോ? പക്ഷേ ഈ 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസത്തിൽ അത്യാവശ്യം എന്താ പറയുക, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം കഴിഞ്ഞുള്ള 10 മണിക്കൂറേ മിസ് ചോദിക്കുന്നുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ മോർണിംഗ് സെക്ഷനിൽ ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഒന്നും അങ്ങനെയല്ല, ഇപ്പോൾ നിങ്ങൾ മോർണിംഗ് സെക്ഷനിൽ ഒരു 6 o'clock എണീച്ചാൽ മതി. 6 o'clock എണീറ്റ ശേഷം അവിടെ ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. അതായത് 6 to 9 അല്ലെങ്കിൽ 10 വരെ നിങ്ങൾക്ക് ഒരു മോർണിംഗ് സെക്ഷനിൽ 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ കണ്ടുപിടിക്കാം. ഓക്കെ, അവിടെ മോർണിംഗ് സെക്ഷനിലെ പഠിത്തം എന്ന് പറയുമ്പോൾ ഫ്രഷ് മൈൻഡ് ആയിരിക്കും, നല്ലപോലെ ഓർമ്മയുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം സ്റ്റഡി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഉന്മേഷമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആ മോർണിംഗ് സെക്ഷനിൽ എണീക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അത് ഇനിയെങ്കിലും ചെയ്യാം. ഇത്രയും കാലം ചെയ്യാത്ത കുട്ടികളുണ്ടാവാം, പക്ഷേ ഇനിയെങ്കിലും ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് ഈവനിങ് സെക്ഷനിൽ ഒരു 2 hours മിസ് പറയുന്നുള്ളൂ. ഈവനിങ് സെക്ഷൻ കഴിഞ്ഞാൽ ഈ 10 എന്നുള്ളത് നിങ്ങൾ 10 മണി വരെ ആക്കണ്ട, ഒരു 11 മണി 11:30 വരെ നിങ്ങൾക്ക് പഠിക്കാം. ആ 11:30ക്ക് ശേഷം നിങ്ങളൊരു 2:30 വരെ ഫ്രീ ടൈം എടുത്തോ. ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് യുവർ സോഷ്യൽ മീഡിയാസ്, മൊബൈൽ ഫോൺ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാം. വീട്ടിലൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രീ ടൈം ആയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യാം. അത് മിസ് പറയുന്നത് 12:30, 1:30, 2, 3 മണിക്കൂറോളം കഴിഞ്ഞു. ദെൻ നിങ്ങൾ ഒരു ഈവനിങ് സെക്ഷനിൽ മിസ് ഉദ്ദേശിക്കുന്നത് ഒരു 2:30 മുതൽ ഒരു 5:30 വരെയാണ്. 2:30 മുതൽ 5:30 വരെ നോക്കിയാൽ 3:30, 4:30, 5 3 മണിക്കൂറാണ്. പക്ഷെ അപ്പോഴും മിസ് ഇവിടെ എത്ര എടുത്തിട്ടുള്ളൂ? 2 hours എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അവിടെ നമുക്ക് അപ്പോൾ ഒരു 3 മണിക്കൂർ കിട്ടി. അപ്പോൾ തന്നെ ആയ 7 മണിക്കൂർ. ദെൻ നൈറ്റ് ഒരു 4 hours എന്ന് പറയുന്നത് ഈ 5:30 കഴിഞ്ഞാൽ ഒരു 6:30, 7:30 വരെ നിങ്ങൾക്ക് ഈവനിങ് സെക്ഷനാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം. അപ്പോൾ 7:30 മുതൽ ഒരു 11:30 വരെ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. 8:30, 9:30, 10:30, 11:30 4 മണിക്കൂർ. ഇത് നീട്ടിയെടുക്കുന്നവെന്നുണ്ടെങ്കിൽ 7 to 11 ആക്കാം, 6:30 to 10 ആക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്, കാരണം നിങ്ങളുടെ ടൈമാണ്. ഇനി നിങ്ങൾ കൂടുതൽ ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ കുറേ സ്റ്റുഡൻസിനുണ്ടാവും നേരത്തെ ഉറങ്ങണം. അതാണ് കൂടുതൽ ഉറങ്ങാമെന്ന് മിസ് ഉദ്ദേശിച്ചത്. നേരത്തെ ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ 10 മണിക്ക് കിടക്കണം എന്ന് അവർക്ക് നിർബന്ധമാണ്. അവർ ഉറങ്ങി പോകുക സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ 10 മണിക്ക് കിടന്ന് മോർണിംഗിൽ ഒരു 5 മണിക്ക് എണീക്കാം. ഓക്കെ, ഇനി അതല്ല, ചില കുട്ടികൾ എങ്ങനെയെന്നറിയോ, മോർണിംഗ്സ് ഒരു 2 മണി 3 മണിക്ക് എണിച്ചിരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാം, 3 മണിക്ക് അലാറം വെച്ച് എണിച്ചിരുന്ന് പഠിച്ച് ഒരു 6:30, 7 മണിക്ക് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഉറങ്ങാം. അപ്പോൾ നിങ്ങളുടേതായ ആ ഒരു പാത്തിലൂടെ വേണം നമ്മൾ ഈ 10 മണിക്കൂർ എഡേ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി +2 കുട്ടികൾക്ക് പഠിക്കാൻ ടൈം ഇല്ലാത്തതുമായ 3 സബ്ജക്റ്റുകളാണ് അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, മലയാളം. ഇതിന് തീരെ സമയമല്ല. അക്കൗണ്ടൻസിക്ക് നമുക്കൊരൊറ്റ ദിവസമുള്ളൂ. ഇംഗ്ലീഷിനും മലയാളത്തിനും നമുക്കൊരു 1 day ഒക്കെ ഉള്ളൂ. അതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്തവർക്ക് പിന്നെയുണ്ട്. അപ്പോൾ ഈ കാറ്റഗറീസ് നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ നോക്കുക. എക്സാമിൻ്റെ സമയത്ത് നോക്കണ്ടെന്നല്ല, ഇപ്പോൾ കൂടുതൽ നിങ്ങൾ ഇതിലൊന്ന് പഠിച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലംസൊക്കെ ഒരൊറ്റ തവണ എല്ലാത്തിനും ചാപ്റ്റേഴ്സിന് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ദെൻ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാ മുക്കും മൂല്യം പറക്കിയിരുന്ന് പഠിക്കേണ്ട സമയം നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ
ബിസിനസ് ആയാലും അക്കൗണ്ടൻസി ആയാലും ഒന്നാമത്തെ പാഠം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ നോക്കണം. അതിന് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോ ചാപ്റ്റർ വൈസും ഇമ്പോർട്ടൻസ്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തത് എന്ന്. അതാണ് എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ, ഓരോ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പരിചയം നമുക്ക് നന്നായി വേണമെങ്കിൽ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. മിസ്സിൻ്റെ ചാനലിൽ ഇടാറുണ്ട്. വേറെ യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് നോക്കാം, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾ ടീച്ചേഴ്സിനോട് പ്രിഫർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മോഡൽ എക്സാം നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നമുക്കറിയാം കുറേ കുട്ടികൾ, ഒരു 90% കുട്ടികൾ മോഡൽ എക്സാം അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം നമ്മുടെ ചാനലിൽ ഇപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ എക്സാമിൻ്റെ ടൈമിൽ പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷയുടെ അത്ര വ്യൂസ് ഒന്നും മോഡൽ എക്സാമിന് വന്നിട്ടില്ല. അത് ഇനിയിപ്പോൾ ഫൈനൽ എക്സാമിന് ഇടുമ്പോൾ അത്രയും വ്യൂസ് കൂടുന്നതും അത് തന്നെയാണ് കാരണം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ എക്സാം ഏതാണെന്ന് അറിയാം. ക്രിസ്മസ് എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, അവർക്ക് PTA മീറ്റിംഗ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് വാലുവേറ്റ് ചെയ്യും, പാരൻസിനെ ചീത്ത കേൾക്കും. സോ അവരെങ്ങനെയെങ്കിലും കുറച്ച് പഠിക്കും. ഫൈനൽ എക്സാം ആണെന്ന് അവർക്ക് അറിയാം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോഡൽ എക്സാം അവർക്ക് അറിയാം, അത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം പേര് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞുള്ളൊരു എക്സാമാണ്. പക്ഷേ ആ എക്സാം നിങ്ങൾ വാലുവേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, എനിക്കിതിൽ എത്ര മാർക്ക് കിട്ടും. നിങ്ങൾ തന്നെ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വന്നത് എങ്കിൽ എനിക്കിതിൽ എത്രത്തോളം അറിയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഏത് ലെവലാണ് നിൽക്കുന്നത്. എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്, ഞാൻ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ ഈ പോർഷൻ ഏതാണ്, ഇത് ഏതാ സബ്ജക്റ്റ് എന്ന് അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, ദെൻ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല പോലെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം മോഡൽ എക്സാമിൻ്റെ അതേ മോഡലാണ് നമുക്ക് എക്സാം വരിക. അതായത് അതിനേക്കാൾ ടഫോ എളുപ്പമോ എന്നല്ല, നമ്മൾ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക. ആദ്യം നിങ്ങൾ മോഡൽ എക്സാമിൽ ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എങ്ങനെ പോയാലും. അതായത് ഓർ ക്വസ്റ്റ്യൻസ് വൺവേളൊക്കെ മാറ്റി നിർത്തിയാലും ഒരു 20 ചോദ്യം ഉണ്ടാവും. അതെങ്കിലും നിങ്ങൾ ഫസ്റ്റ് പഠിച്ച് വയ്ക്കുക. അപ്പോൾ അത്രയും പോർഷൻ ഞാൻ പഠിച്ചു എന്നാക്കാം. അതിൻ്റെ ആൻസർ തപ്പാം, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മസ്റ്റായി പഠിക്കുക. ദെൻ ഒരു ടു ഡു ലിസ്റ്റ് എപ്പോഴും തയ്യാറാക്കിയിരിക്കണം. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇതൊക്കെ പഠിക്കും ജസ്റ്റ്. പക്ഷെ അത് എഴുതി പ്ലാൻ ചെയ്ത് മാത്രം അവിടെ ഇരുന്നാൽ പോരാ. നമ്മൾ ഒരു ടൈമൊക്കെ കൊടുക്കുക. ടു ഡു ലിസ്റ്റ്, ഞാൻ നാളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്ന് ഞാൻ അക്കൗണ്ടൻസും ബിസിനസ്സാണ് പഠിച്ചത്, അപ്പോൾ നാളെ ഞാൻ എക്കണോമിക്സ് ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ്, എക്കണോമിക്സ് ഇത്ര പോർഷൻ ഞാൻ നാളെ പഠിക്കുന്നു, ഇംഗ്ലീഷ് ഇത്രയും പോർഷൻസ് പഠിക്കുന്നത്, ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി വയ്ക്കുക. ദെൻ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് എത്ര പഠിക്കാൻ പറ്റും. എനിക്ക് 10th മാർക്കും +1 മാർക്കും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്കൊരു ആവറേജ് എത്ര മാർക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആവറേജ് മാർക്ക് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. അല്ലാതെ കുറേ പാരൻസ് പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞിട്ടും പഠിക്കുന്നു പറഞ്ഞിട്ടും മിസ്സ് പറഞ്ഞു കേട്ടിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്നുള്ളൊരു ചിന്ത വരണം. ദെൻ ഓരോ പ്രോബ്ലം, ഇപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അക്കൗണ്ടൻസിയിലെ പ്രോബ്ലമൊക്കെ നിങ്ങൾ മാർക്ക് അടിസ്ഥാനത്തിൽ ആദ്യം നിങ്ങൾ 8 മാർക്കിൻ്റെ പ്രോബ്ലം പഠിക്കുക, ദെൻ 5 മാർക്ക് പഠിക്കുക, ദെൻ 2 മാർക്ക് പഠിക്കുക. അങ്ങനെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് പഠിക്കാനായിട്ട്, അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. ദെൻ ഫൈനലി നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു മന്ത് പഠിക്കുമ്പോൾ യു ക്യാൻ അവോയ്ഡ് യുവർ മൊബൈൽ ഫോൺസ് വൈൽ സ്റ്റഡിങ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അതിലുണ്ടാവാം, അതിൽ മെസ്സേജസ് വരാം, അതിൽ അലേർട്ടുകളും നോട്ടിഫിക്കേഷനും കാണാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് പോകും. സോ ആ ഒരു ആകർഷണം ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ടേബിളിൻ്റെ ആ ടൈമിൽ, ഈ പഠിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ നിങ്ങളെ പാരൻസിനെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വെച്ച് വേറെ റൂമിൽ വെച്ച് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അത് കൊണ്ടുവരണ്ട. പഠിത്തം കഴിഞ്ഞ് മാത്രം നിങ്ങളത് എടുത്താൽ മതി. അപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഡൗട്ട് നോക്കണ്ടേ, ക്ലാസ്സുകൾ കാണണ്ടേ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടുകൾ നോക്കാം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫറൻസിന് മാത്രം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈം ഇപ്പോൾ മിസ്സ് പറഞ്ഞപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ മോർണിംഗ് സെക്ഷനിൽ 2 മണിക്കൂർ എന്നെങ്കിൽ ആ 2 മണിക്കൂറാണ് മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ പറയുന്നത്. ബാക്കിയുള്ള ടൈമിലൊന്നും മൊബൈൽ ഫോൺ മാറ്റി വെക്കണമെന്ന് പറയുന്നില്ല. സോ അത് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കേണ്ട സമയം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നൊരു കാര്യം, നമുക്ക് റിസൾട്ട് വന്ന ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇതുപോലെ ആക്കായിരുന്നു, മൊബൈൽ ഫോൺ കുറച്ചൊന്ന് ഉപയോഗം കുറച്ചാൽ മതിയായിരുന്നു, ഈ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു, എനിക്ക് ഒന്നും കൂടി
ശ്രമിച്ചാൽ നല്ല മാർക്ക് കിട്ടും എന്നുള്ള ഒരു മൈൻഡ് പിന്നീട് വന്നിട്ട് നമുക്ക് കാര്യമില്ല. ഇപ്പം ആ മൈൻഡ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് വന്നാൽ ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തു, അതിൻ്റെ റിസൾട്ടാണ് എനിക്ക് വന്നത് എന്ന് തോന്നണം. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് നിങ്ങൾ പഠിക്കുന്നവരും റിസൾട്ട് കിട്ടിയാലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ ആലോചിക്കാം. ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. കുറവ് മാർക്ക് കിട്ടിയതും ഇമാജിൻ ചെയ്യുക, കൂടുതൽ മാർക്ക് കിട്ടിയതും ഇമാജിൻ ചെയ്യുക. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം പഠിക്കുക. ഈ ടൈം ടേബിൾ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡി. എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയിലിരിക്കട്ടെ. എല്ലാതും സമയം കളയാതെ സ്റ്റഡീസിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലുകളിൽ ഇനി ഓരോ ചാപ്റ്റർ വൈസ് ഓരോ സബ്ജക്റ്റ് വൈസ് വീഡിയോസ് എല്ലാം വരും ഫോർ യുവർ ഫൈനൽ എക്സാം. നമ്മൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളും നമ്മളെ കൂടെ നിന്ന് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.